വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ അർത്ഥവത്തായി നോമ്പ് ആചരിച്ചവരും അതിലൂടെ ഒരു രൂപാന്തരം ഉണ്ടാക്കാൻ ശ്രമിച്ചവരുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവകൃപ കൂടുതലായി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ്, ഈസ്റ്റർ, ദുഃഖവെള്ളി ദിവസങ്ങളിലെല്ലാം നമ്മുടെ പ്രമുഖ പത്രങ്ങളിലെല്ലാം വരുന്ന ഈ വിശേഷ അവസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ എനിക്ക് കാണാൻ വളരെ ഇഷ്ടമാണ്. 2 വർഷം മുമ്പ് മനോരമയിൽ വന്ന ഒരു ചിത്രം 16-ാം നൂറ്റാണ്ടിൽ 1548 ഇറ്റലിയിൽ ജീവിച്ച വിശ്വവിഖ്യാത ചിത്രകാരൻ ടിൻറ്റോറെറ്റയുടെ ആയിരുന്നു. കഷ്ടാനുഭവ കാലത്ത് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവശേഷിച്ചിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു ഈ പെയിൻറ്റിങ്. അതിനാൽ തന്നെ അത് ഞാൻ വെട്ടിയെടുത്ത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് പതിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ആ ചിത്രരചന ഇപ്രകാരമാണ്: യേശുവിൻ്റെ മരണശേഷം ഭൗതിക ശരീരം കുരിശിൽ നിന്നും ഇറക്കി താഴെ മറിയയുടെ മടിയിൽ വെച്ചിരിക്കുന്നു. തൻ്റെ മകൻ്റെ ശരീരം കണ്ട് മറിയ മോഹാലിസപ്പെട്ട് വീഴുന്നു. യാതൊരു അതിശയോക്തിയും ഇല്ലാതെ വരച്ച ആ ചിത്രം ഒരമ്മയുടെ ഹൃദയം നുറുങ്ങിയുള്ള വേദനയുടെ നേർക്കാഴ്ചയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുന്ന സമയത്ത് യേശു കുഞ്ഞിനെ പരിച്ഛേദന കഴിക്കാനായിട്ട് മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ശിമയോൻ എന്ന ആൾ യേശുവിനെ എടുത്ത് ദൈവത്തെ പുകഴ്ത്തി എന്ന് പറയുന്നു. അപ്പോൾ മറിയയോട് പറയുന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 35 ഇപ്രകാരമാണ്: നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന്. ഈ പ്രവചനത്തിൽ കുരിശിൻ്റെ താഴെ മകനായ യേശുവിൻ്റെ മരണം കണ്ടപ്പോൾ അവളുടെ ഹൃദയം മുറിഞ്ഞുവെന്ന് അസഹ്യമായ വേദനയുടെ പ്രത്യാഘാതം അടങ്ങിയിരിക്കുന്നു. ഈ വേദന വെറുമൊരു നിമിഷത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ദിവ്യരഹസ്യത്തിൻ്റെ ഭാരവും മനുഷ്യവേദനയും ചുമന്ന ജീവിതാന്തരീക്ഷത്തിൻ്റെ തുടർച്ചയുമാണ്. മറിയത്തെ വെറും ഒരു ദുഃഖിതയായ മാതാവായി കാണാതെ അവളെ നീതിക്കും മോചനത്തിനും വേണ്ടിയുള്ള വിളിയുടെ പ്രവചനാത്മക സാക്ഷ്യമായി പുനരവതരിപ്പിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കുരിശിൻ്റെ സമീപം മറിയ അനുഭവിച്ച ദുഃഖം ഒറ്റപ്പെട്ട ഒരു നിമിഷമല്ല, മറിച്ച് കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം നിലകൊള്ളാനും അനീതിയെ ചോദ്യം ചെയ്യാനും സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന പ്രവചനാത്മകമായ ഒരു കർമ്മവുമാണ്. ഒന്നാമതായി മൗനമായ മുറിവ്. പ്രവചനാത്മക സ്മരണയായി മറിയത്തിൻ്റെ ദുഃഖമായി അത് നിലനിൽക്കുന്നു. യേശുവിൻ്റെ മരണശേഷം മറിയ അനുഭവിച്ച വ്യസനം നിരാകരണത്തിൻ്റെ ദുഃഖമല്ല, മറിച്ച് പ്രവചനാത്മക സ്മരണയുടെ ദുഃഖമായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിന്നപ്പോൾ, പിന്നെ ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ അവളുടെ ഹൃദയം മകനായ യേശുവിൻ്റെ വേദനയും ലോകത്തിൻ്റെ മോചനത്തിനായുള്ള ദുഃഖഭാരവും ചുമന്നിരുന്നു. ചരിത്രത്തിൽ പീഡനത്തിനിരയായ കുട്ടികളെ നഷ്ടപ്പെട്ട അനേകം മാതാക്കളുടെയും ദുഃഖം മറിയയുടെ മൗനവേദനയിലൂടെ പ്രതിഫലിക്കുന്നു. സ്ത്രീകളുടെ വേദനയെ മഹത്വവൽക്കരിക്കരുത്, മറിച്ച് അതിനെ നീതിക്കായുള്ള കൂട്ടായ്മയുടെ സ്മരണയായി പരിവർത്തനം ചെയ്യണം. അതിനാൽ മറിയയുടെ ദുഃഖം നിശബ്ദമായ ഒരു അനുഭവം മാത്രമല്ല, മറിച്ച് അനീതിയോട് പോരാടാൻ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു സജീവ സ്മരണയാണ്. രണ്ടാമതായി, ശവക്കല്ലറയ്ക്കപ്പുറം പുതിയ ജീവിതത്തിനുള്ള പ്രചോദനമായി മറിയയുടെ ദുഃഖം. സങ്കീർത്തനം 126-5 പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന്. മറിയയുടെ ദുഃഖം ശവക്കല്ലറയിൽ അവസാനിച്ചില്ല. അത് പ്രത്യാശയ്ക്കും പുതുജീവിതത്തിനും ആധാരമായ മണ്ണായി മാറി. പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം അവളുടെ സാന്നിധ്യം ദുഃഖം എന്നതൊരവസാനമല്ല, മറിച്ച് ആഴത്തിലുള്ള വിളിയിലേക്കുള്ള മാറ്റമാണെന്ന് സൂചിപ്പിക്കുന്നു. പുനരുദ്ധാന കാലഘട്ടത്തിൽ മറിയയുടെ സജീവമായ സാന്നിധ്യം നൽകുന്നത് അവളുടെ മുറിഞ്ഞ ഹൃദയം
ദൈവകൃപയുടെ പാത്രമായി മാറിയെന്നും ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോഷിപ്പിച്ചതാണെന്നും വെളിപ്പെടുത്തുന്നു. അവസാനമായി വ്യസനത്തിൽ നിന്ന് നീതിക്കായി ഉണരുക എന്ന ആഹ്വാനം ഇവിടെ കാണാം. ശിമയോൻ പ്രവചിച്ച മറിയയുടെ മുറിഞ്ഞ ദുഃഖം ഹൃദയത്തിൽ ഒടിഞ്ഞവയല്ല, മറിച്ച് ഒരു പുതിയ യാഥാർത്ഥ്യത്തിനുള്ള സാക്ഷ്യമായി അവളെ ശക്തിപ്പെടുത്തിയിരുന്നു. പുനരുദ്ധാന പ്രത്യാശയിൽ മാറ്റം വന്ന മറിയത്തിൻ്റെ ദുഃഖം കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം നിലകൊള്ളാനും ദുഃഖം നീതിക്കുള്ള പ്രവചനാത്മക വിളിയാക്കാനും നമ്മെ ക്ഷണിക്കുന്നു. മറിയത്തിൻ്റെ വ്യസനം ഓർക്കുമ്പോൾ നാം മൗനസാക്ഷ്യത്തിൽ നിന്ന് നീതിക്കായി ഉണരുകയും സങ്കടത്തിൻ്റെയും അവകാശഭേദത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാൻ പ്രവർത്തിക്കുകയും വേണം. എന്നെ കേൾക്കുന്ന ഏവർക്കും എൻ്റെയും മലബാർ മഹായിടവ സ്ത്രീജന സഖ്യത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ വ്യാപനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അനുഭവിക്കുവാനായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.